ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക്, പാട്ടുവിശേഷത്തിലേക്ക്, മ്യൂസിക് തെറാപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി ഏറ്റവും പ്രശസ്തനായ നമ്മളെ വിട്ടുപിരിഞ്ഞ MT അദ്ദേഹത്തെ നമ്മൾ ഒരിക്കൽ കൂടി ഓർക്കുകയാണ്. MTയുടെ ശവസംസ്കാരത്തിൻ്റെ ദിവസം നമ്മളൊരു പ്രോഗ്രാം വെച്ചിരുന്നു, ഓർമ്മകളിലൂടെ. അതിൻ്റെ തുടർച്ചയായിട്ട് MT രചിച്ച അല്ലെങ്കിൽ തിരക്കഥ എഴുതിയ സിനിമയിലെ പാട്ടുകളിലൂടെ ഇത് നമ്മൾ ഒരിക്കൽ കൂടി MTക്ക് എല്ലാ സ്മരണകളും നൽകുകയാണ്. സോ നിങ്ങൾ എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ഷാബു സാറിനെയും. ഷാബു സാർ, യു ആർ വെൽക്കം. ഗുഡ് ഈവനിങ്. താങ്ക് യു സാബു സാർ, താങ്ക് യു. ഈ ഫ്ലോറിലെത്തിയ സംഗീതത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. വിസ്മകരമായ സാബു സാറിൻ്റെ ഈ ഫ്ലോറിൽ വീണ്ടും വീണ്ടും എത്തുക എന്നുള്ളത് ഒരുപാട് സന്തോഷമാണ്. നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ MT വാസുദേവൻ നായർ, അദ്ദേഹം തിരക്കഥ രചിച്ച അല്ലെങ്കിൽ അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങളിലുള്ള പാട്ടിലൂടെയാണ് ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത്. MT എന്ന കഥാകൃത്തിനെ നമ്മൾക്കറിയാം, MT എന്ന നോവലിസ്റ്റിനെ നമുക്കറിയാം, MT എന്ന സംവിധായകനെ നമുക്കറിയാം, MT എന്ന പ്രഭാഷകനെയൊക്കെ നമുക്കറിയാം. പക്ഷെ MT എന്ന ഗാനരചയിതാവിനെ എത്ര പേർക്കറിയാം? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? അദ്ദേഹം രചിച്ച ഗാനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ സിനിമകൾ, ഗാനങ്ങൾ എഴുതിയ സിനിമകൾ ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഞാൻ ഓഡിബിൾ അല്ലേ സാർ? സാബു സാർ? അതെ അതെ, ഓക്കെയാണ്. സൗണ്ട് കുറവുണ്ടോ? സൗണ്ട് സ്വല്പം കുറവുണ്ടോ സാർ? ഓക്കെ, ഞാൻ നോക്കാം. ഓക്കെ. അപ്പൊ അദ്ദേഹത്തെ ഗാനരചയിതാവ് എന്നുള്ള രീതിയിൽ ആർക്കെങ്കിലും അറിയാമോ? അദ്ദേഹത്തിന്റെ നോവലുകളും കഥകളും ഒക്കെ ഒരുപാട് നമ്മളെ ഹോണ്ട് ചെയ്തിട്ടുള്ളതാണ്. MT എന്ന എന്താ പറയാ, അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോ തന്നെ പറയൂ. അല്ല, ഒരു പാട്ട് എഴുതുന്ന മ്യൂസിക് ഡയറക്ടർ വരാതിരുന്നപ്പോ അദ്ദേഹം തന്നെ തന്റെ സൃഷ്ടിയിലൂടെ ഒരു പാട്ട് എഴുതി ഒരു സിനിമയ്ക്ക്. തീർച്ചയായിട്ടും സാബു സാറ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. വളർത്തുമൃഗങ്ങൾ എന്നുള്ളൊരു സിനിമ, ഹരിഹരന്റെ ഒരു സിനിമയില് അന്ന് യൂസഫ് അലി കച്ചേരിയാണ് പാട്ട് എഴുതേണ്ടത്. അപ്പൊ അദ്ദേഹത്തിന് കടുത്ത പനിയായിരുന്നു. അതിന്റെ ഈണം നൽകേണ്ടത് അന്തരിച്ചു പോയ പ്രശസ്ത സംഗീത സംവിധായകൻ MP ശ്രീനിവാസനായിരുന്നു. അപ്പൊ അദ്ദേഹം MP ശ്രീനിവാസന് ഒരു വിദേശയാത്ര, 2 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് ഒരു വിദേശയാത്രയുണ്ട്. പക്ഷേ യൂസഫ് അലി കച്ചേരിക്കാണെങ്കിൽ കടുത്ത പനിയാണ്. പക്ഷെ ആ പനിയും വെച്ച് അദ്ദേഹം അങ്ങോട്ട് വന്നു. കാരണം പനിയാണെന്ന് പറഞ്ഞാൽ സാധാരണ ആരും വിശ്വസിക്കില്ല. അപ്പൊ പനിയായ ഒരാള് യാത്ര ചെയ്ത് അദ്ദേഹം കോഴിക്കോട് എത്തി. പക്ഷേ അപ്പൊ പറഞ്ഞു, 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് പനിയാണ്, കടുത്ത പനിയാണ്, 2 ദിവസം കഴിഞ്ഞ് നമുക്ക് എഴുതാം. പക്ഷെ MBSന് 2 ദിവസത്തിനുള്ളിൽ ഒരു രാത്രിയും ഒരു പകലും മാത്രമേ ഉള്ളൂ, തിരിച്ച് വിദേശത്തേക്ക് പോകണം. അങ്ങനെ ഒരു അവസ്ഥയില് ഹരിഹരൻ MTയോട് ചോദിച്ചു, ഒന്ന് ട്രൈ ചെയ്തു കൂടെ എന്നങ്ങനെ ചോദിച്ചു. അങ്ങനെ ആ സിനിമയ്ക്ക് വേണ്ടിയാണ് MT ആദ്യമായിട്ട് തൂലിക ചലിപ്പിച്ചത്, ഒരു സിനിമയിലെ ചലച്ചിത്ര ഗാനം എന്നുള്ള ഒരു ഫീൽഡിലേക്ക്. അപ്പൊ ആ പാട്ട് എഴുതുക അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ അദ്ദേഹം സന്തോഷവും ഇല്ല, അദ്ദേഹത്തിന് ദുഃഖവും ഇല്ല. അങ്ങനെ ഒരു സമ്മിശ്ര പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശുഭരാത്രി ശുഭരാത്രി നേരുന്നു ഞാൻ, നിങ്ങൾക്ക് നേരുന്നു ഞാൻ ശുഭരാത്രി എന്ന് പറഞ്ഞ ഒരു ഗാനം അതിലെഴുതിയിട്ടുണ്ട്. ഒരു മുറി കണ്ണാടിയിൽ എന്നെ നോക്കി, ഞാൻ എന്നെ ഒന്ന് നോക്കി, അറിഞ്ഞില്ല അത് ഞാനെന്നറിഞ്ഞില്ല എന്നുള്ളൊരു ഗാനൊക്കെയാണ് MT എഴുതിയത്. അപ്പൊ MTയുടെ ഗാനങ്ങൾ, സിനിമകളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരുപാട് സിനിമകൾ അദ്ദേഹം ഏകദേശം 62ഓളം സിനിമകൾ രചന നിർവഹിച്ചിട്ടുണ്ട്. ഒരു 7 സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്, 2 സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ ഗാനങ്ങൾ എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 10 എപ്പിസോഡ് വേണ്ടി വരും. അത്രയും ഗാനങ്ങൾ, മനോഹരമായിട്ടുള്ള ഗാനങ്ങളാണ് ഈ സിനിമയിലൊക്കെ വന്നത്. അപ്പൊ MTയെ കുറിച്ച് നമുക്ക് മലയാളികൾക്ക് എല്ലാം എന്താ പറയാ, ഒരു വികാരമാണല്ലേ MT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് ആദ്യമായിട്ട് എടുക്കേണ്ട പാട്ട് ഞാൻ പറഞ്ഞുതരാം.
ഒരു മിനിറ്റ്. ചന്ദനലേപ സുഗന്ധം, അതാണ് ആദ്യം എടുക്കേണ്ടത്. അതിനെ കുറിച്ച് പറഞ്ഞിട്ട് തുടങ്ങാം. ചന്ദനലേപ സുഗന്ധം, ഒരു വടക്കൻ വീരകഥ എന്നുള്ള സിനിമയിലെ. ഞാൻ എടുത്തോളാം, പറഞ്ഞു. അപ്പൊ നമുക്ക് എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്ന ഒരു ഗാനമാണ് ഒരു MTയുടെ ഒരു ഗാനം എന്ന് പറയുന്നത്. ആദ്യമായിട്ട് പെട്ടെന്ന് ഓടിയെത്തുക. ഒരുപാട് പാട്ടുകളുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് എപ്പിസോഡുകൾ നമുക്ക് ചെയ്യേണ്ടി വരും. വടക്കൻ വീരകഥ 1989 ഇറങ്ങിയ, ഹരിഹരൻ സംവിധാനം ചെയ്ത, മമ്മൂട്ടി, എല്ലാവരും ലെജൻസ് ആയിരുന്നു ആ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരും. സംവിധാനം ഹരിഹരൻ, രചന തിരക്കഥ MT വാസുദേവൻ നായർ, അതുപോലെ തന്നെ അതിന്റെ ഗാനങ്ങള് നമ്മുടെ മുൻ കളക്ടറായിരുന്ന IAS ജയകുമാർ സാറ് കൈതപ്രം. അതിന്റെ ഈണം നൽകിയത്, മനോഹരമായിട്ടുള്ള ഈണം നൽകിയത് രവി ബോംബെ. അതിന്റെ ഛായാഗ്രഹണം രാമചന്ദ്ര ബാബു. അതിൽ അഭിനയിച്ചവരാവട്ടെ മമ്മൂട്ടി, മാധവി, അതുപോലെ പ്രഗത്ഭരായിട്ടുള്ള ഒരു ടീമിൻ്റെതായിരുന്നു ആ ഒരു ഗാനം എന്ന് പറയുന്നത്. ചന്ദനലേപ സുഗന്ധം എന്ന് പറയുന്ന ഒരു ഗാനം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ആ സമയത്തായിരുന്നു കോഴിക്കോട് കളക്ടറായിരുന്നു നമ്മുടെ ജയകുമാർ IAS. അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിട്ടാണ് വിരമിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ എഴുതുന്ന ഒരു കവിയായിരുന്നു. പക്ഷേ ഔദ്യോഗിക സമയത്താണ് അദ്ദേഹത്തിനെ ഒരു പാട്ട് എഴുതാനായിട്ട് വിളിച്ചത്. അപ്പൊ MTയെ പോലുള്ള വലിയൊരു സാഹിത്യകാരനായിട്ട് ഒരു വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞത് അതൊരു വലിയൊരു വെല്ലുവിളിയാണ്. കാരണം MT ഒക്കെ തിരക്കഥ എഴുതുന്ന, അല്ലെങ്കിൽ ആ പടത്തിലെ ഏറ്റവും മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒരു ഗാനത്തിന് വേണ്ടിയാണ് അദ്ദേഹത്തെ സമീപിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് വളരെ കുറച്ച് 2 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോഴിക്കോട് വന്നപ്പോൾ, ഏതൊരു പരിപാടിക്ക് വന്നപ്പോഴാണ് അവർ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരുപാട് സമയം ചെലവഴിച്ച്, അധികം സമയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു സിറ്റുവേഷനൊക്കെ വിവരിച്ചു കൊടുത്ത, MTയും ഹരിഹരനും കൂടി ഈ സിറ്റുവേഷനൊക്കെ വിവരിച്ചു കൊടുത്തപ്പോൾ ആണ് ഈ ചന്ദനലേപ സുഗന്ധം എന്നുള്ളൊരു പാട്ടിന്റെ പിറവിയിലേക്ക് വരുന്നത്. പലരും തമാശയായിട്ട് ചോദിച്ചിട്ടുണ്ട്, ഈ സാറിന്റെ ഈ മാധവിയുടെ ആ നടത്തം കണ്ടിട്ടാണോ സാർ ഈ പാട്ട് എഴുതിയത്? ഒരു തമാശയായിട്ട്. കാരണം ആ ചിത്രീകരണവും മാധവിയുടെ നടത്തവും ഈ പാട്ടും ഗാനവും രംഗം എല്ലാം അത്രയും എന്താ പറയുക, നമ്മുടെ മനസ്സിലൊക്കെ ഇങ്ങനെ പതിഞ്ഞു കിടക്കണം. അത്രയും ആപ്റ്റായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ആ മാധവി ഇങ്ങനെ നടന്നു വരുമ്പോ ആ ചന്ദനത്തിന്റെ ലേപം നമ്മുടെ മനസ്സിലും മൂക്കിലും ഒക്കെ ഇങ്ങനെ എന്താ പറയാ, നമ്മൾ അനുഭവിച്ചറിയുന്ന ഒരു സ്ഥിതിവിശേഷം പാട്ടിലൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതിന്റെ പല്ലവി എളുപ്പത്തിൽ എഴുതി കഴിഞ്ഞു. ചന്ദനലേപ സുഗന്ധം തൂകിയത് ആരോ, കാറ്റോ കാമിനിയോ, മൈവർണ്ണ പെട്ടി തുറന്നു കൊടുത്തത് യൗവനമോ ഋതുദേവതയോ എന്നുള്ള പല്ലവി ആദ്യ എഴുത്തിൽ തന്നെ ഓക്കെ ആയിരുന്നു. പക്ഷെ രണ്ടാമത് ചരണവും അനുപല്ലവിയാണ് ഒട്ടേറെ തിരുത്തുകൾ. എന്തെഴുതിയിട്ടും MTക്ക് തൃപ്തിയാവുന്നില്ല. MTയെ പോലെ ഒരു വലിയൊരു ആള് ചിന്തിക്കുന്ന തരത്തിലേക്ക് ഒരു പാട്ട് ഉയരുന്നില്ല. അപ്പൊ കുറെ പ്രാവശ്യം എഴുതി കഴിഞ്ഞപ്പോ നമ്മുടെ ജയകുമാർ സാർ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ ഇതിനെന്താണ് കുഴപ്പം, ഈ എഴുതിന് എന്താണ് കുഴപ്പം? അപ്പൊ MT പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾ എഴുതിയതിന് ഒരു കുഴപ്പമില്ല, നിങ്ങൾ എഴുതിയതൊക്കെ നല്ല പാട്ടുകളാണ്, ഏതൊരു സിനിമയ്ക്കും പറ്റിയ നല്ല പാട്ടുകളാണ്, പക്ഷേ കുറച്ചുകൂടി നല്ലത് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ സ്നേഹത്തോടെയുള്ള ഒരു നിർബന്ധം അതായിരുന്നു ജയകുമാർ സാറിന് MTയുടെ കയ്യിൽ നിന്ന് കിട്ടിയത്. അങ്ങനെയാണ് എഴുതി 12 പ്രാവശ്യം മാറ്റി എഴുതിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ. അപ്പൊ MT പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ നേരെ ചൊവ്വ ഒരു പാട്ട് എഴുതരുത്. അതായത് ഒരു കാമുകനാണല്ലോ മമ്മൂട്ടി, അതിലൊരു കാമുകനാണ്, നേർച്ചയുടെ ഒരു കാമുകനാണ്. അപ്പൊ ആ കാമുകന് ചില എല്ലാ കാര്യത്തിലും ഒരു വ്യക്തത ഉണ്ടാവണമെന്നില്ല. ഒരു ചോദ്യങ്ങളൊക്കെ ആയിട്ട് വേണം, എന്നാൽ മാത്രമേ അത് ജനങ്ങളിലേക്ക് ഇറങ്ങൂ. കാമുകന്റെ എല്ലാ കാര്യങ്ങളും അവന് തീർച്ചയായിട്ടും വ്യക്തത ഉണ്ടാവില്ല കാമുകിയെ കുറിച്ച്. അപ്പൊ ചില അവ്യക്തമായിട്ടുള്ള രീതികളിലൂടെ ആവണം നിങ്ങളുടെ ഗാനത്തിന്റെ അപ്രോച്ച്. അങ്ങനെയാണ് 12 തവണ മാറ്റി എഴുതിയിട്ടാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ഗാനം പിറന്നത് എന്ന് ജയകുമാർ സാർ പങ്കുവയ്ക്കുന്നു. അതുപോലെ തന്നെ ഈ ഇതിന്റെ ഈണം അപ്പൊ ബോംബെ രവിയാണ്. നിങ്ങൾക്കറിയാം പഞ്ചാഗ്നി, അതുപോലെ തന്നെ നഖക്ഷതങ്ങൾ എന്നുള്ള ചിത്രത്തിൽ MTയുടെ തന്നെ ചിത്രമാണ് ഇത് രണ്ടും. ഈ ചിത്രത്തിലൂടെയാണ് ബോംബെ രവി എന്ന ഹിന്ദിയിലെ മഹാനായിട്ടുള്ള സംഗീത സംവിധായകൻ നമ്മുടെ മലയാളത്തിൽ എത്തുന്നത്. അതിന്റെ പാട്ടുകളെല്ലാം ഹിറ്റായിരുന്നു നിങ്ങൾക്കറിയാം. അപ്പൊ അദ്ദേഹം തന്നെയാണ് അതിന് ഈണം, ഈ ഒരു പാട്ടിന് ഈണം നൽകിയത്. അപ്പൊ അദ്ദേഹം ഒരു പ്രത്യേകത, അദ്ദേഹം എല്ലാം ഹിന്ദിയിൽ എഴുതിയെടുത്ത് അതിന്റെ അർത്ഥങ്ങൾ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കി. ചന്ദനം എന്നുള്ളതൊക്കെ എന്താണ്, അപ്പൊ ഹിന്ദിയിൽ അതിനെ ചന്ദൻ എന്നാണ് പറയുന്നത്. അപ്പൊ അതെല്ലാം വളരെ കൃത്യമായി എഴുതി അതിന്റെ അർത്ഥമെല്ലാം മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ഓരോ പാട്ടിനും ഈണം കൊടുക്കുന്നത് ബോംബെ രവി. അങ്ങനെ അദ്ദേഹം ഈ രചനകൾ കൊടുത്തതിന് ശേഷം അദ്ദേഹം
ഒരു ദിവസം രാവിലെ കൊടുത്ത് വൈകിട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം ഈ ഒരു പാട്ടിന് 12 ഈണങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടായി. ആ 12 ഈണങ്ങളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഈണത്തിലാണ് നമ്മൾ ഇന്ന് ഈ പാട്ട് കേൾക്കുന്നത്. പാട്ട് പാടിയതാകട്ടെ ഗാനഗന്ധർവൻ യേശുദാസ്. ഏതൊരു മലയാളിക്കും ഈ പാട്ടിനോട് എന്താ പറയുക, അത്രയും സ്നേഹമാണ്. പക്ഷെ ഇത്രയൊക്കെ എഴുതി കഴിഞ്ഞിട്ടും MTയുടെ മുഖത്ത് ഒരു സംതൃപ്തിയുടെ ഒരു ചിരി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇദ്ദേഹം ജയകുമാർ സാർ ചോദിച്ചു, MTയോട് ചോദിച്ചു, ഇനിയും തൃപ്തിയായില്ലേ അങ്ങേക്ക് എന്ന് ചോദിച്ചു ഈ പാട്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഈ പൂർണ്ണത എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനേഷൻ അല്ല, അതൊരു യാത്രയാണ്. പൂർണ്ണത എന്ന് പറയുന്നത് നമുക്ക് അവിടെ എത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതൊരു യാത്രയാണ്. ആ യാത്രയിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ നമ്മൾ സഹിക്കേണ്ടി വരും. അതാണ് ഒരു സാധാരണ കലാകാരൻ അല്ലെങ്കിൽ കഥാകൃത്തിന്റെ ഒരു ഗ്രേറ്റ് റൈറ്റർ ആയിട്ടൊക്കെ MTയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട്. ഇത്രയും മനോഹരമായിട്ട് അതിന്റെ ആ ഇതിലുണ്ടല്ലോ, ചെങ്കദളി മലർച്ചുണ്ടിലിന്നാർക്കുനി കുങ്കുമരാഗം കരുതി വെച്ചു. അതൊരു ചോദ്യമാണ്. ചെങ്കദളി നിൻ ചുണ്ടിലി നാർക്കു നീ കുങ്കുമരാഗം സ്റ്റേറ്റ്മെന്റ് അല്ല, ഇറ്റ് ഇസ് നോട്ട് എ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഇസ് ഒരു ചോദ്യമാണ്, കരുതി വെച്ചു എന്നുള്ളത്. അതുപോലെ തന്നെ തൊഴുതുമടങ്ങുമ്പോൾ പൂവള പൂമൊഴി മറ്റേതു ദേവനെ തേടി വന്നു. അതൊക്കെ ഒരു ചോദ്യ രൂപത്തിലാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് വലിയ ഉറപ്പില്ല. അപ്പൊ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഗാനത്തിന്റെ പുറകില് അദ്ദേഹത്തിന്റെ കയ്യൊപ്പുണ്ടായിരുന്നു, MTയുടെ കയ്യൊപ്പുണ്ടായിരുന്നു എന്നാണ് മഹാനായിട്ടുള്ള അല്ലെങ്കിൽ ജയകുമാർ സാർ പോലും പറയുന്നത്. അല്ലെ, തിരക്കഥ എഴുതിയെങ്കിൽ കൂടെ ഈ ഗാനം ഇത്രയും മനോഹരമാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക കയ്യൊപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഈ ഗാനം തന്നെ നമുക്ക് തുടങ്ങാം. ഈ ഗാനത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ചന്ദനലേപസുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ, ചന്ദനലേപസുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ, മൈവർണ്ണപ്പെട്ടി തുറന്നു കൊടുത്തത് യൗവനമോ ഋതുദേവതയോ, യൗവനമോ ഋതുദേവതയോ, ചന്ദനലേപസുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. പാടിക്കോളൂ ഈ മനോഹരമായിട്ടുള്ള ഗാനം. പാടൂ, ആരോളെ. ചെങ്കദളി മലച്ചുണ്ടിലെന്നാർപ്പുനി കുങ്കുമരാഗം കരുതി വെച്ചു, തൊഴുതു മടങ്ങുമ്പോൾ പൂവളപ്പൂവിഴി മറ്റേതോ ദേവനെ തേടി വന്നു, മാറണിക്കച്ച കവർന്നു കാറ്റു നിന്നങ്ങ് പരാഗം പകർന്നു. ചന്ദനലേപസുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ, മൈവർണ്ണപ്പെട്ടി തുറന്നു കൊടുത്തത് യൗവനമോ ഋതുദേവതയോ, യൗവനമോ ഋതുദേവതയോ, ചന്ദനലേപസുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. പാട്ടുകാരില്ലേ? ചന്ദനലേപസുഗന്ധം ചന്ദനലേപസുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ, മൈവർണ്ണപ്പെട്ടി തുറന്നു കൊടുത്തത് യൗവനമോ ഋതു ചന്ദനലേപ സുഗന്ധം.
ഉം. എളുവ. അടുത്ത പാടാൻ ലാസ്റ്റ് ടൈം പാട്ടുകാരല്ലേ ഇവിടെ? ആരും കാണുന്നില്ല. ആരെയും കാണുന്നില്ലേ പാട്ടുകാര്? ഞാൻ തന്നെ എല്ലാവരും അവസാനത്തെ പങ്കെടുക്കണം കേട്ടോ. അവസാനത്തെ ചാൻസോടെ പാടാം. ആ. മല്ലീസായകൻ തന്നയച്ചു നിന്റെ അംഗോപാംഗവിഭൂഷണങ്ങൾ ഉക്കുലഞ്ഞുറി വെച്ചുടുത്തു നിൻ യൗവനം ഉത്തരിയംഗം കുറിക്കയായോ പൊന്നരഞ്ഞാണം മുലഞ്ഞു മൂത്തടന്തീ നഖകാന്തി കവന്നു ചന്ദനലേപ സുഗന്ധം ചൂടിയതാരു കാറ്റു കാമിനിയോ. ഓക്കെ, ഇനി ആരാ ഉള്ളത്? പാട്ടുകാരൊക്കെ എവിടെ പോയി? രണ്ടുപേരും നിങ്ങൾ എല്ലാവരും പാടും കേട്ടോ. ജ്യോതികുമാർ സാറൊക്കെ പാടും. രണ്ടുപേരും പാടാ, രണ്ടുപേരും. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ മൈവർണ്ണപ്പെട്ടി തുറന്നു കൊടുത്തത് യൗവനമോ ഋതുമേ ദേവതയോ. ഇത്രയും തന്നെ. അതെ. ജ്യോതികുമാർ സാർ പാടും. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ മൈവർണ്ണപ്പെട്ടി തുറന്നു കൊടുത്തത് യൗവനമോ ഋതുദേവതയോ ചന്ദനലേപ സുഗന്ധം ചാർത്തിയതാരോ കാറ്റോ കാമിനിയോ യൗവൻ. ഓക്കെ ഓക്കെ മതി. സരിപ്പോയി. ഓക്കെ, ആരെങ്കിലും ഉണ്ടല്ലോ? ആരെങ്കിലും പാടുന്നുണ്ടോ? ഒരു ട്രയൽ. നമുക്ക് MT ഒന്ന് അനുസ്മരിക്കുകയാണ് ഉദ്ദേശം കേട്ടോ. നിങ്ങളുടെ പാട്ടല്ല പ്രശ്നം. പാട്ടെ സാർ. പഠിക്കോ, പിന്നെന്താ? ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ മൈവർണ്ണപ്പെട്ടി തുറന്നു കൊടുത്തത് യൗവനമോ ഋതുദേവതയോ ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. ഓക്കെ, നമുക്ക് അടുത്ത പാട്ടിൽ പോകാം അല്ലെ? ഇനി ആരും പാടുന്നില്ലല്ലോ. പ്രഭു സാറുണ്ടോ? അടുത്ത പാട്ട് തൃഷ്ണ എന്ന് പറഞ്ഞ സിനിമയിലെ ശ്യാമിന്റെ മ്യൂസിക്, ലിച്ചു തിരുമലയുടെ ലിറിക്സ്, യേശുദാസ് പാടിയത്. ശ്രുതിയിൽ നിന്നുയരും. അല്ല സാറേ, ആദ്യത്തെ പാട്ട് എടുത്തോ, ആദ്യം തൊട്ടെടുത്തോ. കടവത്ത് തോണിയില്ലേ മുറപ്പെണ്ണിലത്തെ? ആയിക്കോട്ടെ. ആദ്യത്തെ എടുത്തോട്ടെടുത്തോ. കടവത്ത് തോണി. ഇത് മുറപ്പെണ്ണ് എന്നുള്ള ഒരു ചിത്രത്തിലെ അല്ലേ? മുറപ്പെണ്ണ്. അപ്പൊ MT യെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അതിലൊരു പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. MT യെ കുറിച്ച് നമുക്ക് മറക്കാൻ സാധിക്കില്ല. മറക്കുവാൻ പറയാ എന്തെളുപ്പം മണ്ണിൽ പിറക്കാതിരിക്കലാണതിലെളുപ്പം മറക്കുവാൻ പറയാൻ എന്തെളുപ്പം മണ്ണിൽ പിറക്കാതിരിക്കലാണതിലെളുപ്പം മറവിതന്മാരിടത്തിൽ മയങ്ങാൻ കിടന്നാൽ
ഓർമ്മകളോടിയെത്തി ഉണർത്തിടുന്നു. കരയുന്നു, പുഴ ചിരിക്കുന്നു. കരയുന്നു, പുഴ ചിരിക്കുന്നു. എം ടിയെ കുറിച്ച് ഓർക്കുമ്പോൾ എം ടിയെ മറക്കുവാൻ സാധിക്കില്ല. മറക്കുവാൻ പറയാൻ എന്തെളുപ്പം? മണ്ണിൽ പിറക്കാതിരിക്കലാണ് അതിലെളുപ്പം. എം ടിയെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ വാസ്തവത്തിൽ ഈ ഒരു ഗാനമാണ് മനസ്സിൽ ഓർമ്മ വരുന്നത്. എപ്പോഴെങ്കിലും നമ്മള് മറവിതൻ മാറിടത്തിൽ മയങ്ങാൻ കിടന്നാൽ ഓർമ്മകൾ ഓടിയെത്തി നമ്മളെ ഉണർത്തിയിടുന്നു. ഒരിക്കലും മലയാളിക്ക് നമ്മൾ വിസ്മരിക്കാൻ കഴിയാത്ത ഒരു അദൃശ്യ സാന്നിധ്യമായി എം ടി നമ്മളുടെയൊക്കെ മനസ്സിൽ, മലയാളികളുടെ മനസ്സിൽ എന്നും ഉണ്ടാകും എന്നുള്ളതിൽ ഒരു ഉറപ്പാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ മുറപ്പെണ്ണിലെ തന്നെ മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ഈ പാട്ട്. പി ഭാസ്കരൻ മാഷിന്റെ വളരെ എന്താ പറയാ, മണ്ണിന്റെ മണമുള്ള രചനയാണ് ഭാസ്കരൻ മാഷിന്റെ. കാൽപ്പനികത്വം നിറഞ്ഞ ഭാസ്കരൻ മാഷിന്റെ പാട്ടുകൾക്ക് ഒരു പ്രത്യേക രീതിയിലാണ്. ചിദംബരനാഥ് വളരെ മോഹനരാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഒരു മനോഹരമാണ്. കടവത്ത് തോണിയെടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. കടവത്ത് തോണിയെടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. ഇതും അതിലത്തെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. ആ പടത്തിലെ എല്ലാ പാട്ടുകളും വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകളാണ്. പാടിക്കോളൂ. പാടാൻ രണ്ടുപേര്. കടവത്ത് തോണിയാടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. കവിളത്തു മഴവില്ലിൻ നിഴലാട്ടം. ഇന്ന് കടവത്തു തോണിയാടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്തു മഴവില്ലിൻ നിഴലാട്ടം. താങ്ക് യു സർ. ചന്ദനലേപസുഗന്ധം ചൂടിയതാരോ, കാറ്റോ കാമിനിയോ, മൈവർണ്ണപ്പെട്ടി തുറന്നു കൊടുത്തത് യൗവനമോ ഋതുദേവതയോ. താങ്ക് യു സർ. ഓക്കെ, എല്ലാവരും പാടും, രണ്ടുപേരെങ്കിലും പാടും. നിങ്ങൾ ോടുള്ള ഒരു ആദരവുമായിട്ടാണ് ഈ ഒരു പരിപാടിയെ നമ്മൾ കാണുന്നത്. കടവത്തോടിയടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്തു മഴവില്ലിൻ നിഴലാട്ടം. കവിളത്തു മഴവില്ലിൻ നിഴലാട്ടം. പാട് സാറേ. കടവത്ത് തോണിയടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. കടവത്ത് തോണിയടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. താങ്ക് യു. കാലൊച്ച മുറ്റത്തു കേട്ടപ്പോൾ അവരും കനകക്കീനാവിൻ്റെ കളിയാട്ടം. ഇന്ന് കനകക്കീനാവിൻ കളിയാട്ടം. കാലൊച്ച മുറ്റത്ത് കേട്ടപ്പോൾ ഒരുവൾ കനകക്കീനാവിൻ്റെ കളിയാട്ടം. കനകക്കീനാവിൻ്റെ കളിയാട്ടം. കടവത്ത് തോണിയടുത്തപ്പോൾ പെണ്ണിൻ കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. ഓക്കെ, ആർക്കെങ്കിലും ഒന്ന് ട്രൈ ചെയ്യൂ. ഷേർലി മാൻ. കടവത്ത് തോണിയടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്തു മഴവില്ലിൻ നിഴലാട്ടം. കവിളത്ത്
കവിളത്തു മഴവില്ലിൻ നിഴലാട്ടം. താങ്ക് യു. റോയ് സാർ, ജോഷി സാർ, ജോർജ് സാർ എവിടെ? തോണിയടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്തു മഴവില്ലിൻ നിഴലാട്ടം. കവിളത്തു മഴവില്ലിൻ നിഴലാട്ടം. ഇന്നു കടവത്തു തോണിയടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്തു മഴവില്ലിൻ നിഴലാട്ടം. കവിളത്തു മഴവില്ലിൻ നീരാട്ടം. ആരുടെ കാലൊച്ച മുറ്റത്തു കേട്ടപ്പോൾ അവൾ കനവക്കീനാവിൻ്റെ കളിയാട്ടം. ഇന്ന് കാലൊച്ച മുറ്റത്തു കേട്ടപ്പോൾ ഒരുവൾ കനകക്കീനാവിൻ്റെ കളിയാട്ടം. കനകക്കീനാവിൻ്റെ കളിയാട്ടം. എനിക്കാ കടവത്തു തോണിയടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്തു മഴവില്ലിൻ നിഴലാട്ടം. മനോഹരമായി സാർ, റോയ് സാർ നന്നായിട്ട് പാടിട്ടോ. വളരെ സിമ്പിളായിട്ട് പാടാം, എല്ലാവരും പാടും. അതെ, പെണ്ണിന്റെ കവിളത്തു മഴവില്ലിൻ നിഴലാട്ടം. കവിളത്തു മഴവില്ലിൻ നിഴലാട്ടം. ഇന്ന് കടവത്തു തോണിയടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്തു മഴവില്ലിൻ നിഴലാട്ടം. കവിളത്തു മഴവില്ലിൻ നിഴലാട്ടം. ആരുടെ കാലൊച്ച മുറ്റത്ത് കേട്ടപ്പോൾ ഒരുവൾക്കു കനകക്കീനാവിൻ്റെ കളിയാട്ടം. ഇന്ന് കാലൊച്ച മുറ്റത്ത് കേട്ടപ്പോൾ ഒരുവൾക്കു കനകക്കീനാവിൻ്റെ കളിയാട്ടം. കനകക്കീനാവിൻ്റെ കളിയാട്ടം. എനിക്കോ കടവെന്നമ്മ തുറന്നപ്പോൾ തൂണിന്റെ പിറകിൽ നിന്നൊരു തത്തക്കൊളി നോട്ടം. ഇന്നു തുളസിത്തറയ്ക്കു വിളക്കുമായി ചെന്നപ്പോൾ കിളിവാതിയിൽ നിന്നൊരു നിരനോട്ടം. കിളിവാതിയിൽ ഒരുവന്റെ നിരനോട്ടം. കടവത്തു തോണിയടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്തു മഴവില്ലിൻ നിഴലാട്ടം. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഞാനവിടെ ഉണ്ട്, എനിക്ക് തോന്നുന്നത് വിൻസെന്റ് സാർ. ഞാൻ പാടട്ടെ. ആ, പാടിക്കോളൂ, പാടിക്കോളൂ. കടവത്ത് തോണിയടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്തു മഴവില്ലിൻ നിഴലാട്ടം. കവിളത്തു മഴവില്ലിൻ നിഴലാട്ടം. ഇന്ന് കടവത്ത് തോണിയടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്തു മഴവില്ലിൻ നിഴലാട്ടം. കവിളത്തു മഴവില്ലിൻ നിഴലാട്ടം. ആരുടെ കാലൊച്ച മുറ്റത്ത് കേട്ടപ്പോൾ ഒരുവൾക്ക് കനകക്കീനാവിൻ്റെ കളിയാട്ടം. ഇന്ന് കാലൊച്ച മുറ്റത്ത് കേട്ടപ്പോൾ ഒരുവൾക്ക് കനകക്കീനാവിൻ്റെ കളിയാട്ടം. കനകക്കീനാവിൻ്റെ കളിയാട്ടം. എനിക്കോ കടവത്ത് തോണിയടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്തു മഴവില്ലിൻ നിഴലാട്ടം. കവിളത്തു മഴവില്ലിൻ നിഴലാട്ടം. കതുകു ചെന്നമ്മ തുറന്നപ്പോൾ തൂണിന്റെ പിറകിൽ നിന്നൊരു തത്തക്കൊളി നോട്ടം. കതുകു ചെന്നമ്മ തുറന്നപ്പോൾ തൂണിന്റെ പിറകിൽ നിന്നൊരു തത്തക്കൊളിയുനോട്ടം. ഇന്ന് തുളസിത്തറയ്ക്കു വിളക്കുമായി ചെന്നപ്പോൾ
കിളിവാതിലൊരുവന്റെ തിരനോട്ടം, കിളിവാതിലൊരുവന്റെ തിരനോട്ടം. കടവത്ത് തോണിയടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്തു മഴവില്ലിൻ നിഴലാട്ടം, കവിളത്തു മഴവില്ലിൻ നിഴലാട്ടം. താങ്ക് യു സാർ. ഈ വർഷവും ധന്യമായി, MD-യും ധന്യമായി. അടിപൊളി. കടവത്ത് തോണിയടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്തു മഴവില്ലിൻ നിഴലാട്ടം, കവിളത്തു മഴവില്ലിൻ നിഴലാട്ടം. കടവത്ത് തോണിയടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്തു മഴവില്ലിൻ നിഴലാട്ടം, കവിളത്തു മഴവില്ലിൻ നിഴലാട്ടം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഓക്കെ, ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇല്ല. ഇനി അടുത്ത പാട്ടിപ്പോ. അപ്പൊ എന്തുകൊണ്ടാണ് MT ഇത്ര ഗ്രേറ്റ് റൈറ്റർ ആവുന്നത് എന്ന് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള കൊച്ചു കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ ശ്രദ്ധ, മനുഷ്യ മനസ്സിന്റെ സൂക്ഷ്മതയെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഒരു അവബോധം, ഒന്നിനും അമിതമായിട്ടുള്ള അല്ലെങ്കിൽ ഗംഭീരമായിട്ട് എന്ന് വിചാരിക്കാതെ ഇനിയും അതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ആ ഒരു പൂർണ്ണതയിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രകൾ, ഇതൊക്കെയാണ് MT എന്നുള്ള ഒരു എഴുത്തുകാരനെ സാധാരണക്കാരിൽ നിന്നും വിഭിന്നമാക്കും. അദ്ദേഹത്തിന്റെയൊക്കെ കഥാപാത്രങ്ങൾ അമാനുഷിക കഥാപാത്രങ്ങളൊന്നുമല്ല, നമ്മളെപ്പോലെ സാധാരണക്കാരായ ആളുകളാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളായി. ഇപ്പൊ കാലത്തിലെ സേതു എന്നൊക്കെ പറഞ്ഞാൽ പാടവരമ്പത്തിരുന്ന് ഒരു ബീഡിയും വലിച്ചിരിക്കുന്ന സേതു അന്നത്തെ ആ കാലത്തെ ചെറുപ്പക്കാരുടെ ഒരു പ്രതിബിംബമായിരുന്നു. ഇന്നത്തെ കാലത്തല്ല കേട്ടോ. അന്നത്തെ കാലത്ത് പാടവരമ്പില് സേതു കാലം എന്ന നോവൽ ആരംഭിക്കുന്നത് വളരെ അതായത് എന്താ രസകരമായിട്ടുള്ള കാലം എന്നുള്ള നോവല് ആരംഭിക്കുന്നത്. കാലം വായിച്ചിട്ടില്ലേ നിങ്ങൾ എല്ലാവരും? ഓക്കെ. രാത്രി നനഞ്ഞ വയൽ വരമ്പ പുതുമഴയ്ക്ക് ജീവൻ വെച്ച കറുകത്തലപ്പുകളിൽ ഉറങ്ങിക്കിടന്നിരുന്ന പച്ചക്കുതിരുകൾ നനുനനുത്ത ശബ്ദമുണ്ടാക്കുന്നു. കാൽവണ്ണ മുറിഞ്ഞു ചാടുമ്പോൾ അവ നനുനനുത്ത ശബ്ദമുണ്ടാക്കും. കാലം എന്നൊരു നോവൽ ആരംഭിക്കുകയാണ്. എത്ര മനോഹരമായിട്ടാണ് പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ട് MT ആ നോവൽ ആരംഭിക്കുന്നത്. അപ്പൊ അതിലത്തെയൊക്കെ സാധാരണക്കാരായിട്ടുള്ള കഥാപാത്രങ്ങളാണ്, നമ്മുടെ ഇടയിലുള്ള കഥാപാത്രങ്ങളാണ്. അപ്പൊ നമ്മളുടെ ആ ചെറിയ എന്താ പറയാ സന്തോഷവും ദുഃഖവും നമ്മളുടെ ആ ചമ്മലും അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ നിസ്സഹായാവസ്ഥയും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവയെ നമുക്കൊക്കെ ഏറ്റവും പ്രിയങ്കരമാവുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ മറ്റു ചില വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളും ഉണ്ട്. ഇപ്പൊ ഭീമൻ, അതുപോലെ തന്നെ ചന്തു എന്നുള്ളതൊക്കെ എടുത്താൽ നമ്മൾ വ്യാസന്റേതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ അവരെയൊക്കെ മനോഹരമായിട്ട് അതൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം, അല്ലേ? രണ്ടാം മൂഴൊക്കെ വായിച്ച് ഞാൻ എത്ര വട്ടം വായിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല. ആ വായനാനുഭവം ഒക്കെ എത്രയോ ഉള്ളിൽ ഇപ്പോഴും സൂക്ഷിക്കുന്നു. ഭീമസേനന്റെ ഒക്കെ ആ ദുഃഖം ഇപ്പോഴും മനസ്സിൽ. നമ്മളൊക്കെ ആദ്യം മഹാഭാരതമൊക്കെ വായിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അർജുനനായിരുന്നു, അല്ലെങ്കിൽ യുധിഷ്ഠിരായിരുന്നു, അല്ലെങ്കിൽ കൃഷ്ണനൊക്കെ ആയിരുന്നു. ഭീമനൊന്നും നമ്മുടെ അടുത്ത് വന്നിരുന്നില്ല. പക്ഷേ അവരുടെ ആ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുമ്പോൾ, ആ ഭീമന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അതിൽ എത്രമാത്രം ആ കഥാതന്തുവിനോട് ചേർന്ന് നിൽക്കുന്നു. പാഞ്ചാലിയുമായി അവന്റെ രണ്ടാം മൂഴം. അപ്പൊ അതൊക്കെ ശരിക്കും മനസ്സിൽ ഇപ്പോഴും അത് ആഴ്ചപ്പതിപ്പുകളിലൊക്കെ തുടർച്ചയായിട്ട് നോവല് വന്നിരുന്നു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണെന്ന് തോന്നുന്നു എനിക്ക്. നമ്പൂതിരിയുടെ പ്രസിദ്ധമായിട്ടുള്ള വരകളുണ്ട് ഈ രണ്ടാം മൂഴത്തിന്. അദ്ദേഹമാണ് ഈ നോവലിന് വരച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ നമ്പൂതിരിയുടെ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ആ വരകളൊക്കെ ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നുണ്ട്. ഓരോ അധ്യായത്തിന് വേണ്ടിയുള്ള അടങ്ങാത്ത കാത്തിരിപ്പായിരുന്നു അന്നത്തെ കാലത്ത്. കാരണം അടുത്ത ആ ആഴ്ചപ്പതിപ്പ് കിട്ടി അതങ്ങോട്ട് വായിക്കാൻ ഉള്ളൊരു ആഗ്രഹം അതൊന്നും പറഞ്ഞ് അറിയിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അത്തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെയൊക്കെ. അടുത്ത നമുക്ക് എന്താ പറയേണ്ടത്, ശ്രുതിയിൽ നിന്ന് ഈ ഒരു നാദശലഭങ്ങൾ അദ്ദേഹത്തിന്റെ മനോഹരമായ. ഭീമനെ കുറിച്ച് പറഞ്ഞപ്പോ ഓർക്കാണ്, ഈ കർണനെ കുറിച്ചും പുള്ളി എഴുതിയിട്ടുണ്ട്. കർണൻ. കർണനെ കുറിച്ച് എഴുതിയ മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു നോവലാണ് PK ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നുള്ളൊരു നോവല്. അതിന്റെ കഥാപാത്രം കർണനാണ്. MT എഴുതിയിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. MT ഞാൻ എന്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
PK ബാലകൃഷ്ണൻ എന്നുള്ളൊരു മനോഹരമായിട്ടുള്ള വളരെ നല്ലൊരു നോവലിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നുള്ളൊരു മനോഹരമായിട്ടുള്ള പുസ്തകം. അത് വായിച്ചാൽ നമ്മൾ കർണന്റെ പെർസ്പെക്റ്റീവിലാണ് ഇത് കാണുന്നത്. ഇതിപ്പോ ഭീമന്റെ പെർസ്പെക്റ്റീവിൽ അത് കർണന്റെ ഭാഗത്തുനിന്ന്. എന്തൊരു മനോഹരമായിട്ടുള്ള രചനയാണ്, പറഞ്ഞറിയിക്കാൻ വയ്യ. നിങ്ങൾ ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ വായിച്ചു ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നുള്ളത്. ഓർമ്മയുണ്ടാവില്ല, അതിൽ കർണനില്ല കഥാപാത്രം. അപ്പൊ നമ്മൾ കർണനൊക്കെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കും. അവരുടെയൊക്കെ ആ എഴുത്തിന്റെ മാസ്മരികത എന്ന് പറയുന്നത് അതാണ്. ഒരു കഥാപാത്രത്തെ എങ്ങനെ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കാം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ അവർ ചെയ്തു വെക്കും. ഓരോ രീതിയിലൂടെയാണ് കഥാപാത്രം. പറഞ്ഞോളൂ. ജീവിതാനുഭവം എഴുതിയിട്ടില്ലേ? ഇടവഴിയിലെ പൂച്ച, മിണ്ടാപ്പൂച്ച. യെസ്. അതുകൊണ്ട് യാത്രാവിവരണമൊക്കെ ഉണ്ട്. MT യുടെ ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ള ചെറുകഥകളുണ്ട്. ഇപ്പൊ തന്നെ കർക്കിടകം എന്ന് പറഞ്ഞ മനോഹരമായിട്ടുള്ള ഒരു ചെറുകഥയുണ്ട്. അതൊക്കെ വളരെ രസകരമായിട്ടുള്ളതാണ്. അതൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും സമയമൊക്കെ കിട്ടുമ്പോൾ അതിലൂടെയൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. പക്ഷെ ഇപ്പൊ ഇന്നത്തെ ഈ കാലത്ത് എന്ന് പറയുമ്പോ ഈ ഓൺലൈൻ യുഗത്തിന്റെ കാലത്ത് 21ാം നൂറ്റാണ്ടിൽ വായനയൊക്കെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. പണ്ടൊക്കെ നമ്മൾ ലൈബ്രറിയിൽ നിന്ന് കിട്ടുന്ന മഞ്ഞും കാലവും അതുപോലെ തന്നെ നാലുകെട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് പണ്ടത്തെ ആ നായർ തറവാടിന്റെ ആ ആഢ്യത്വം അല്ലെങ്കിൽ അതിന്റെയൊക്കെ ശോഷീകരണം അതൊക്കെ വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന നോവലുകളൊക്കെ ആയിരുന്നു. നാലുകെട്ടൊക്കെ വായിച്ച് നമ്മൾ ആരാണ്, എത്രമാത്രം ഇഷ്ടമായിരുന്നു നാലുകെട്ടൊക്കെ. നമുക്ക് ഓരോ കൃതികളും MT യുടെ ഇന്ന കൃതി എന്നല്ല, എല്ലാ കൃതികളൊക്കെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാവുന്നതാണ്. അദ്ദേഹത്തെ പ്രണയിച്ച അല്ലെ, അന്നത്തെ കാലത്ത് എന്തോരം പെൺകുട്ടികളാണ് അദ്ദേഹത്തെ പ്രണയിച്ചത്. MT എന്നുള്ളൊരു ആളെ സ്വന്തമാക്കാനായിട്ട് ഒരുപാട് ആരാധികമാരൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും മനോഹരമായിട്ടുള്ള അടുത്തൊരു ഗാനത്തിലേക്ക്, തൃഷ്ണ എന്നുള്ള മനോഹരമായിട്ടുള്ള ഗാനത്തിലേക്ക് നമുക്ക് കിടക്കാം. വിച്ചു തിരുമല എഴുതിയ ശ്രുതിയിൽ നിന്ന് ഉയരും മനോഹരമായിട്ടൊരു ഗാനമാണ് ഇത്. ശ്യാമാണ് ഇതിന് ഈണം പകർന്നിരിക്കുന്നത്. യമുന കല്യാണി രാഗത്തിന് ചിട്ടപ്പെടുത്തിയ ശ്യാം എന്ന് പറയുന്നത് തമിഴ്നാട്ടുകാരനാണ്, ഒരു വയലിനിസ്റ്റ് കൂടിയാണ്. അപ്പൊ അദ്ദേഹം വയലിന് നല്ല ബിറ്റൊക്കെ ഉണ്ട് ഈ പാട്ട്. ഇതിൽ തന്നെ വേറൊരു മനോഹരമായിട്ടുള്ളൊരു ഗാനമുണ്ട്, മൈനാകം കടലിൽ നിന്നും ഉയരുന്നുവോ എന്നുള്ള മനോഹരമായിട്ടുള്ള മറ്റൊരു ഗാനമുണ്ട്. ഇതും കേൾക്കാം. ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ സ്വരമാം ചിറകിൽ ആലസം നിങ്ങളെൻ മനസ്സിന്റെ ഉപവനത്തിൽ പറന്നുവാ, ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ ലയമാ തിരുമധുരവുമാ ലയമാ മധുമാ നിറയെ പൂക്കും നിതാ ആസ്വാദന പൂച്ചെണ്ടുകൾ അവയുടെ അനുപമ നൈവേദ്യം നുകരൂ, ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ സ്വരമാം ചിറകിൽ അലസം നിങ്ങളെൻ മനസ്സിന്റെ ഉപവനത്തിൽ പറന്നുവാ, ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ. പാടിക്കോളൂ. പാട്ടെ സർ. പാടുപാടും. ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ സ്വരമാ ചിറകിൽ അലസം നിങ്ങളെൻ മനസ്സിന്റെ ഉപവനത്തിൽ പറന്നുവാ,
ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ ലയമാം തിരുമധുരവുമായി ലയമാം മധുവുമായി നിറയെ പൂക്കും നിതാ ആസ്വാദന പൂച്ചെണ്ടുകൾ അവയുടെ അനുപമ നൈവേദ്യം നുകരൂ ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ. താങ്ക് യു സർ. ഇനി ആരാളുള്ള പാടാൻ? വിനമം പാട്ടെ. പാടും. ഹൃദയം ധ്വനിഭരലസിതം ഹൃദയം ധ്വനിഭരം വഴിയും ഗാനാമൃതം പൊന്മീണതൻ തേൻ ചുണ്ടിലും അളയുമൊരനിതര സായുജ്യലഹരി ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ സ്വരമാം ചിറകിൽ അലസം നിങ്ങളെൻ മനസ്സിന്റെ ഉപവനത്തിൽ പറന്നുവാ ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ. താങ്ക് യു സർ. താങ്ക് യു. ലയമാം തിരുമധുരവുമായി ലയമാം മധുവുമായി നിറയെ പൂക്കും നിതാ ആസ്വാദന പൂച്ചെണ്ടുകൾ അവയുടെ അനുപമ നൈവേദ്യം നുകരാൻ ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ സ്വരമാം ചിറകിൽ അലസം നിങ്ങളെൻ മനസ്സിന്റെ ഉപവനത്തിൽ പറന്നുവാ ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ. അടുത്ത പോലെ. താങ്ക് യു. അടുത്തതിൽ കേട്ടോ. ബന്ധനം രാഗം ശ്രീരാഗം ഉണ്ടോ? ഇതാണോ? ഇതല്ലേ രാഗം ശ്രീരാഗം? അതന്നെ. ഓക്കെ. ഇതും ഇത് ബന്ധനം എന്നുള്ളൊരു സിനിമയിലാണ് അദ്ദേഹം സംവിധാനം ചെയ്തൊരു സിനിമ കൂടിയാണ് ബന്ധനം എന്ന് പറയുന്നത്. അപ്പൊ ഇതില് എം പി ശ്രീനിവാസൻ കേട്ടിട്ടുണ്ടാവില്ലേ നിങ്ങളെല്ലാവരും? എം പി ശ്രീനിവാസനെ കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ ചെയ്യുന്ന, വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പാട്ടുകൾ ചെയ്യുന്ന ഒരു സംഗീത സംവിധായകനാണ് MBS. ഈ ചിത്രത്തിലും MBS ആണ് ചെയ്തത്. ഇത് ജയചന്ദ്രൻ എന്നുള്ളൊരു ഗായകന് സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ഒരു ഗാനം കൂടിയാണ് രാഗം ശ്രീരാഗം എന്നുള്ളത്. അപ്പൊ ജയചന്ദ്രൻ സ്വതവേ ഒരു എന്താ പറയാ ഇത്തിരി ഉഴപ്പനാണ്. ഈ പഴയ നമ്പൂരിമാരുടെ സ്വഭാവമൊക്കെയുള്ള ഒരു എന്താ പറയാ ഇത്തിരി ഉഴപ്പനാണ്. അപ്പൊ ഈ ഒരു പാട്ട് പാടാനായിട്ട് അദ്ദേഹം ചെന്നൈയിൽ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ശാസ്ത്രീയമായിട്ട് സംഗീതം ഒന്നും അഭ്യസിച്ചിട്ടില്ല യേശുദാസിന്റെ പോലെ ജയചന്ദ്രൻ. പക്ഷെ വളരെ ഭാവമധുരമായിട്ട് ഗാനങ്ങൾ ആലപിക്കുന്ന ഒരു ഗായകനാണ് ജയചന്ദ്രൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇല്ല ഇത് ശാസ്ത്രീയ സംഗീതം ഉള്ളതാ, ഞാനൊന്നും പാടുന്നില്ല എന്നും പറഞ്ഞ് അയാൾ വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തുണ്ട് കേശവ നമ്പൂതിരി എന്ന് പറഞ്ഞത്, തൃശ്ശൂരുള്ളതാണ്. ആ സുഹൃത്ത് പിടിച്ചു നിർത്തിയിട്ടാണ് ഒരാഴ്ച അദ്ദേഹത്തെ അവിടെ പിടിച്ചു നിർത്തിയിട്ടാണ് ഈ ഒരു പാട്ട് നിർബന്ധപൂർവ്വം പാടിച്ചത്. പക്ഷെ പാട്ട് വളരെ മനോഹരമായിരുന്നു. ഈ പാട്ടിന് പാടിയതിന് അദ്ദേഹത്തിന് ഏറ്റവും മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡും കൂടി ലഭിച്ചു.
MT വാസുദേവൻ നായർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഗായകൻ കൂടിയായിരുന്നു ജയചന്ദ്രൻ. അതുകൊണ്ടാണ് ജയചന്ദ്രനെ തന്നെ ഈ പാട്ട് പാടാനായിട്ട് വിളിച്ചത്. ഒരു സെമി ക്ലാസിക്കൽ ഗാനമാണ് ഈ ഒരു ഗാനം. രാഗം ശ്രീരാഗം ഉദയശ്രീരാഗം രാഗം ശ്രീരാഗം ഉദയശ്രീരാഗം മധുകര മധുര ശ്രുതിയിൽ ഹൃദയ സരോവര മുളരും രാഗം മധുകര മധുര ശ്രുതിയിൽ ഹൃദയ സരോവരം ഉണരും രാഗം തുടുതുടെ വിടരും പൂവിൻ കവിളിൽ പടരും നിർവൃതി രാഗം രാഗം ഹംസധ്വനി രാഗം കളഹംസധ്വനി രാഗം രാഗം ഹംസധ്വനി രാഗം ജീവനിലാളും ഇണയരയന്നങ്ങൾ പാടും മദകര രാഗം ജീവനിലാളും ഇണയരയന്നങ്ങൾ പാടും മദകര രാഗം രാഗം. ഓക്കെ, പാടിക്കോളൂ, രണ്ടുപേരും പാടൂ. ഒരു ശാസ്ത്രീയ ഗാനത്തിന്റെ ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗാനം. ആരാ പാടുന്നേ? ആദ്യത്തെ രണ്ടുപേരും പാടൂ ഷാബു സാർ. രാഗം ശ്രീരാഗം ഉദയശ്രീരാഗം. അതാണ് പാടും. നിങ്ങൾ ഇതൊന്നും ഇരിക്കണ്ട, എല്ലാവർക്കും പാടാൻ പറ്റുന്ന പാട്ടാണ്. അല്ലാണ്ട് ശാസ്ത്രീയം എന്ന് വെച്ച് അതിലേക്കൊന്നും മാറ്റിക്കെട്ടണ്ട. ശാസ്ത്രീയ സംഗീതത്തിന്റെ ഒക്കെ അതിർവരമ്പുകളൊക്കെ എന്താ പറയാ, സാധാരണ സംഗീതത്തിന്റെ അതിർവരമ്പുകളൊക്കെ ഇല്ലാതാക്കുന്ന ഒരു പാട്ടാണ്. പാടും. യെസ്, ആരാണ് ട്രൈ ചെയ്യുന്നേ? ആരെങ്കിലും ഒരാൾ ട്രൈ ചെയ്യും. എളുപ്പം ട്രൈ ചെയ്യില്ലെങ്കിൽ അടുത്ത് വെക്കും. അടുത്തതിൽ പോകും. അതെ, ഒരാളെങ്കിലും പാടണം. MTക്ക് നമ്മൾ കൊടുക്കുന്ന എന്താ പറയാ ഒരു ഇതാണ്, ആദരവാണ് ഈ ഒരു ഗാനത്തിൽ കൂടെയൊക്കെ. രണ്ടുപേര് ഒന്ന് പാടൂ. രാഗം ശ്രീരാഗം ഉദയശ്രീരാഗം. പാടൂ. ആരും ഇല്ലേ? ആ, വരുന്നുണ്ട്. പാടും പാടും. രാഗം ശ്രീരാഗം ഉദയശ്രീരാഗം രാഗം ശ്രീരാഗം ഉദയശ്രീരാഗം മധുകര മധുര ശ്രുതിയിൽ ഹൃദയ സരോവര മുണരും രാഗം മധുകര മധുര ശ്രുതിയിൽ ഹൃദയ സരോവര മുണരും രാഗം തുടുതുടിടരും പൂവിൻ കവിളിൽ പടരും വൃതിരാഗം
തുടുതുട വിടരും പൂവിൻ കവിളിൽ പടരും പ്രതിരാഗം രാഗം ശ്രീരാഗം ഉദയ ശ്രീരാഗം രാഗം ശ്രീരാഗം ഉദയ ശ്രീരാഗം. ഈ വർഷത്തെ അവാർഡ് ജോഷി സാറിന് കൊടുത്തു. അടിപൊളി, സൂപ്പർ. എന്തായാലും ട്രൈ ചെയ്തില്ല, അതാണ് ഏറ്റവും ബെസ്റ്റ്. ഗോകുമാർ സാർ ഒന്ന് ട്രൈ ചെയ്യൂ. ഗോകുമാർ സാർ വന്നിരുന്നു. അനിൽകുമാർ സാറൊന്നും ഇല്ലേ ഇതില്? ഗോകുമാർ സാർ, അനിൽകുമാർ സാർ ഒന്നില്ല. ഗോകുമാർ സാർ കേക്കട്ടെ പാട്ടും. പാട്ടൊന്നും അറിയില്ല അതാണ്. ചുമ്മാ പാട്. ജോഷി സാർ പാടിയില്ലേ? രണ്ടുപേരി ഒന്നുകൂടെ. രാഗം ശ്രീരാഗം ചന്ദ്രനൊന്നും ഓർമ്മയില്ല. ഉദയ ശ്രീരാഗം ഉദയ ശ്രീരാഗം. ശരി, അടുത്ത ദാഹം സംഗമദാഹം ജീവനിലാളും ഇണയരയന്നങ്ങൾ പാടും മദകരരാഗം. ദാഹം സംഗമദാഹം ജീവനിലാളും ഇണയരയന്നങ്ങൾ പാടും മദകരരാഗം. വളരെ മനോഹരമായിട്ടുള്ള പാട്ടാണ്. എന്തായാലും താങ്ക് യു. സാം സാറ് രണ്ടുപേരും പാട്. രാഗം ശ്രീരാഗം ഉദയ ശ്രീരാഗം മധുകര മധുര ശ്രുതിയിൽ ഹൃദയ സരോവര ഉണരും രാഗം മധുകര മധുര ശ്രുതിയിൽ ഹൃദയ സരോവരമുണരും രാഗം തുടുതുടെ വിടരും പൂവിൻ കവിളിൽ പടരും നവതിരാഗം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. അടുത്ത പാട്ടിട്ടുള്ളൂ. അടുത്ത മുകളിലിടാം. ഒരു സെക്കൻഡ്. ചന്ദ്രൻ പറഞ്ഞാണല്ലോ അത് കഴിഞ്ഞതാ. സാഗരങ്ങളെ. ഇതാണ് MT ഹരിഹരൻ ടീമിന്റെ ഒരു ഹിറ്റ് പടം. ആദ്യമായിട്ട് വന്ന ഒരു ഹിറ്റ് എന്ന് പറയുന്നത് സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു പഞ്ചാഗ്നി എന്നുള്ളത്. അതിലെ മുരളി, ഗീത, ബോംബെ രവി ആദ്യമായിട്ട് മലയാളത്തില് സംഗീത സംവിധാനം നിർവഹിച്ച ഒരു ചിത്രമായിരുന്നു. ഹരിഹരന് സംഗീതമായിട്ട് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ ഹരിഹരൻ ഇദ്ദേഹം ഈണം നൽകിയ ഹിന്ദി ചിത്രത്തിലെ പാട്ട് കേട്ടിട്ടാണ് ബോംബെ രവിയെ മലയാളത്തിലേക്ക് ഹരിഹരൻ ക്ഷണിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. നീലഗഗനക്ക് ചലേ ദിൽ ഹോ കെ പ്യാർ ചലേ അങ്ങനെ കുറെ പാട്ടുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതിലും ചൗദവി ചാന്ദ് കിതാബ് ഹോ ലേ ജവാബ് ഹോ സൗദവി ചാന്ദ് ഹോ. ഇതൊക്കെ മനോഹരമായിട്ടുള്ള ഹിന്ദിയിലത്തെ ഗാനങ്ങള് അദ്ദേഹമാണ്, ബോംബെ രവിയാണ് ഈണം നൽകിയത്. അപ്പൊ അദ്ദേഹത്തിന് മലയാളത്തിലേക്ക് ഹരിഹരൻ കൊണ്ടുവന്നതാണ് ആദ്യമായിട്ടുള്ള ഈ ഒരു പാട്ടിലൂടെയാണ്. ONV ആണ് ഈ മനോഹരമായിട്ടുള്ള ഗാനം രചിച്ചത്. സാഗരങ്ങളെ പാടിയുണർത്തിയ സാമഗീതമേ. മലയാളികൾ എല്ലാവരും ഏറ്റുപാടിയ ഒരു പാട്ട് തന്നെയാണ്.
പിന്നിലാവിൻ്റെ പിച്ചകപ്പൂക്കൾ ചിന്നിയ ശയ്യാതലത്തിൽ പിന്നിലാവിൻ്റെ പിച്ചകപ്പൂക്കൾ ചിന്നിയ ശയ്യാതലത്തിൽ കാതരയം ചന്ദ്രലേഖയും ഒരു ശോണരേഖയായി മായുമ്പോൾ വീണ്ടും തഴുകി തഴുകി ഉണർത്തും സ്നേഹസാന്ദ്രമാം ഏതോ തരങ്ങൾ സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സാഗരങ്ങളെ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ പോരും നീയൻ ലോലമാമി ഏകതാരയിൽ ഒന്നിളവേൽപ്പൂ ഒന്നിളവേൽപ്പൂ സാഗരങ്ങളെ പാടിയുണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ. പാടിക്കോളൂ. പിന്നിലാവിൻ്റെ പിച്ചകപ്പൂക്കൾ ചിന്നിയ ശയ്യാതലത്തിൽ കാതരയാം ചന്ദ്രലേഖയും ഒരു ശോണരേഖയായി മായുമ്പോൾ വീണ്ടും തഴുകി തഴുകി സ്നേഹസാന്ദ്രമാം ഏതു കരങ്ങൾ സാഗരങ്ങളെ പാടിയുണർത്തിയ സമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സമഗീതമേ സാമസംഗീതമേ സാഗരങ്ങളെ ഒരു നീയും ലോലമാമി ഏകതാരയിൽ ഒന്നിളവേൽക്കൂ ഒന്നിളവേൽക്കൂ സാഗരങ്ങളെ. പഠിക്കും. സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ പോരു നീയൻ ലോലമാമി ഏകതാരയിൽ ഒന്നിളവേൽക്കൂ ഒന്നിളവേൽക്കൂ സാഗരൻ പാടി പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ. നിലാവിൻ്റെ പിച്ചകപ്പൂക്കൾ ചിന്നിയ ശയ്യാതലത്തിൽ കാതരയാം ചന്ദ്രലേഖയും ഒരു ശോണരേഖയായി മായുമ്പോൾ വീണ്ടും തഴുകി തഴുകി ഉണർത്തും സ്നേഹസാന്ദ്രമാം ഏതു കരങ്ങൾ സാഗരങ്ങൾ. താങ്ക് യു. താങ്ക് യു. സാഗരങ്ങളെ
പാടി ഉണർത്തിയ രാമഗീതമേ സംഗീതമേ ഹൃദയ സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ രാമഗീതമേ പോരു നീയൻ ലോലമാമീ ഏകതാരയിൽ ഒന്നിളവേൽക്കൂ ആ സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ സാഗരങ്ങളെ പിന്നിലാവിന്റെ പിച്ചകപ്പൂക്കൾ ചിന്നിയ ശയ്യാതലത്തിൽ കാതരയാം ചന്ദ്രലേഖയും ഒരു ശോണ രേഖയായി മായുമ്പോ വീണ്ടും തഴുകി തഴുകി ഉണർത്തും സ്നേഹസാന്ദ്രമാ ഏതു കരങ്ങൾ സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ സാഗരങ്ങളെ കന്നിമണ്ണിന്റെ ഗന്ധമുയർന്നു തെന്നൽ മതിച്ചു പാടുന്നു ഈ നദിതന്മാരിലാരുടെ കൈവിരൽ പാടുകൾ പുണരുന്നു ഒരു തഴുകി തഴുകി ഉണർത്തു മേഘരാഗമെൻ ഏകതാരയോ സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ സാഗരങ്ങളെ. ആർക്കെങ്കിലും പാടാനുണ്ടെങ്കിൽ പാടൂ. താങ്ക് യു. അടുത്തിരിപ്പം എല്ലാവരെയും കുറിച്ച് എഴുതിയ ഒരാൾ പെട്ടെന്ന് ഇല്ലാതാവുമ്പോൾ ഒരു നിമിഷം എഴുത്ത് പോലും സ്തംഭിച്ചു പോകും അല്ലെ? എം ടിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എം ടി എഴുതാത്ത ആരെ കുറിച്ചാ? കണ്ടുമുട്ടിയതെല്ലാം കഥയാക്കിയ ആൾ, കണ്ടുമുട്ടിയവരെല്ലാവരെയും കഥാപാത്രമാക്കിയ ആള് അല്ലെ? സ്വയം കഥ, അവരൊക്കെ കഥാപാത്രമായിരുന്നു. അപ്പൊ മലയാളിക്ക് ഒരു നെടുവീർപ്പായിരുന്നു എം ടി എന്നുള്ളത്, ഒരു വികാരമായിരുന്നു എം ടി എന്നുള്ളത്. ബന്ധങ്ങൾക്കെല്ലാം ഒരു നാലുകെട്ടിന്റെ ബലം നൽകിയ എം ടി. അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ടുകൾ തുടരുകയാണ്. നിളയുടെ പശ്ചാത്തലത്തിൽ ONV എഴുതിയ മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. അപ്പൊ എം ടിയുടെ ഭാര്യയാണ്. ഏറ്റവും ഇഷ്ടമുള്ളത് നിളയായിരുന്നു. അതെ അതെ അതെ, നീളയുടെ കാമുകൻ എന്നൊക്കെ പറയില്ല. അപ്പൊ അവരുടെ അടുത്ത് തന്നെ കൂടല്ലൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തെ ലോകശ്രദ്ധ ആകർഷിച്ചത് എം ടി എന്നൊരു കലാകാരൻ. പാലക്കാട് ജില്ലയിലെ കൂടല്ലൂർ എന്നുള്ളൊരു ഗ്രാമം എന്ന് പറയുന്നത്. അപ്പൊ ഈ പടത്തിൽ അഭിനയിച്ച നായകൻ എന്ന് പറയുന്നത് വിനീതാണ്. ഈ പടത്തിൽ അഭിനയിച്ചത് വിനീത് എം ടിയുടെ ഭാര്യയുടെ പക്കൽ നൃത്തം പഠിക്കാൻ വന്ന ഒരു ചെറിയൊരു പയ്യനായിരുന്നു വിനീത്. അപ്പൊ എം ടിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഈ വിനീതിനെ കണ്ട് അവനായിട്ട് സംസാരിച്ചപ്പോൾ വളരെ ഇഷ്ടമായി. അങ്ങനെയാണ് വിനീത് എന്ന ഈ പയ്യനെ ആദ്യമായിട്ട് സിനിമയിലേക്ക് അദ്ദേഹം കാസ്റ്റ് ചെയ്തത്. നഗക്ഷതങ്ങൾ എന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു സിനിമയിൽ കൂടി വിനീതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടുത്ത് നൃത്തം പഠിക്കാൻ വന്ന ഒരു പയ്യനായിരുന്നു വിനീത് എന്ന്. മനോഹരമായിട്ടുള്ളൊരു ഗാനമാണ് നീരാടുവാൻ. നീരാടുവാൻ നിളയിൽ നീരാടുവാൻ, നീരാടുവാൻ നിളയിൽ നീരാടുവാൻ, നീ എന്റെ വൈകി വന്നു പൂന്തിങ്കളേ, നീ എന്റെ വൈകി വന്നു പൂന്തിങ്കളേ, നീരാടുവാൻ നിളയിൽ നീരാടുവാൻ,
നീരാടുവാൻ ഈറനാം വെണ്ണിലാവിൻ പൂമ്പുടവയഴിഞ്ഞു ഈ നദീതൻ കുളീനങ്ങൾ ചന്ദന കുളിരണിഞ്ഞു പൂമ്പുടവ തുമ്പിലെ കസവെടുത്ത് പൂക്കൈത കന്യകമാർ മുടിയിൽ വെച്ച് നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. ONV എത്ര മനോഹരമായിട്ടുള്ള ഒരു രചനയാണ്. പാടിക്കോളൂ. പാടട്ടെ സർ. യെസ് യെസ്. ആറ്റുവഞ്ചി പൂക്കളും കാറ്റിലാടിയുലഞ്ഞു ആലിമാലി മണൽ തട്ടും ആതിരപ്പൂവണിഞ്ഞു ആറ്റുവഞ്ചി പൂക്കളും കാറ്റിലാടിയുലഞ്ഞു ആലിമാലി മണൽ തട്ടും ആതിരപ്പൂവണിഞ്ഞു ആലിന്റെ കൊമ്പത്തെ ഗന്ധർവനോ ആരെയോ മന്ത്രമോദി ഉണർത്തിയിടുന്നു നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. താങ്ക് യു സർ. അടുത്താരാണ് നീരാടുവാൻ? നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീയന്തേ വൈകി വന്നു പൂന്തിങ്കളേ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീയന്തേ വൈകി വന്നു പൂന്തിങ്കളേ ഈറനാം വെണ്ണിലാവിൽ പൂമ്പുടവയഴിഞ്ഞു ഈ നദീതൻ പുളീനങ്ങൾ ചന്ദന കുളിരണിഞ്ഞു പൂമ്പുടവ തുമ്പിലെ കസവെടുത്തു പൂക്കൈത കന്യകമ മടിയിൽ വച്ചു നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. താങ്ക് യു. ആർക്കാണ് പാടാനുള്ളത് വീണ്ടും? ഈ വർഷം നമ്മുടെ മനോഹരമായ പാട്ടുകളാണ്. എനിക്കൊന്ന് ജോർജ് സാറൊക്കെ നല്ല മനോഹരമായി പാടുന്നു. ഈ വർഷത്തെ ഏറ്റവും ഞാൻ രണ്ടുപേരും പാടാം. പാടും. നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ പൂന്തിങ്കളേ ഈറനാം വെണ്ണിലാവിൻ പൂമ്പുടവയഴിഞ്ഞു ഈ നദീതൻ പുളീനങ്ങൾ
ചന്ദന കുളിരണിഞ്ഞു പൂമ്പുടവ തുമ്പിലെ കസവെടുത്തു നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. താങ്ക് യു സാർ. നസീമ, ആരും പാടുന്നില്ലല്ലോ, വളരെ കുറവാണല്ലോ പാട്ടുകാര്. നസീമ ഒക്കെ പാടും. കണ്ടിരിക്കുകയാണോ? നിലയിൽ നീരാടുവാൻ നീരാടുവാൻ നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളെ നീരാടു പൂന്തിങ്കളെ നീരാടുവാൻ നിലയിൽ നീരാടുവാൻ അച്ചാറിനും സാലഡ് ഒക്കെ ഉണ്ടാ വൈകി വന്നു പൂന്തിങ്കളെ. പാടാൻ പറ്റണ്ടാണ് സാറേ. ഈറനാം വെണ്ണിലാവിൻ പൂമ്പുടവയണിഞ്ഞു ഈ നദീതൻ പുളീനങ്ങൾ ചന്ദന കുളിരണിഞ്ഞു. ഈറനാം വെണ്ണിലാവിൻ പൂമ്പുടവയഴിഞ്ഞു ഈ നദീതൻ പുളീനങ്ങൾ ചന്ദന കുളിരണിഞ്ഞു. നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീ എന്റെ വൈകി വന്നു പൂന്തിങ്കളെ. എന്റെ സൗണ്ട് പോയക്കണ്ടായിരുന്നു സാറേ, പാടാൻ നസീം പറ്റില്ല. മാം, ആ വാക്ക് ശ്രദ്ധിച്ചില്ലേ? നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളെ. ഇത്ര നാളെ എവിടെയായിരുന്നു എന്നായി ചോദിക്കുന്നേ. ഈ അടുത്ത വർഷത്തേക്കുള്ള നല്ലൊരു മോട്ടിവേഷൻ ആണ് കേട്ടോ. അടുത്ത വർഷം നമുക്ക് എല്ലാം ശരിയാക്കാം. ഓക്കെ, ജോർജ് സാർ. ഞാനും പാടാം. നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളെ നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളെ ഈറനാമ്പൻ നിലാവിൻ പൂമ്പുടവയഴിഞ്ഞു ഈ നദീതൻ പുളീനങ്ങൾ ചന്ദന കുളിരണിഞ്ഞു പൂമ്പുടവ തുമ്പിലെ കസവെടുത്തു പൂക്കൈത കന്യകമാർ മുടിയിൽ വെച്ചു നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളെ നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളെ ആറ്റുവഞ്ചി പൂക്കളും കാറ്റിലാടിയുലഞ്ഞു ആലിമാലി മണൽ തട്ടും ആതിര പൂവണിഞ്ഞു ആലിൻ്റെ കൊമ്പത്തെ ഗന്ധർവനോ ആരെയോ മന്ത്രമോദി ഉണർത്തിയിടുന്നു നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളെ നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളെ. താങ്ക് യു സർ. വെരി ഗുഡ് സാർ, താങ്ക് യു. അടിപൊളി. ബിനമ. യെസ്, വിൻസെന്റ് സാർ പാടിക്കോ. ആരാന്ന് വെച്ചാൽ പാടും. പൂക്കളും കാറ്റിലാടിയുലഞ്ഞു ആലിമാലി മണൽ തട്ടും ആതിരപ്പൂവണിഞ്ഞു ആലിൻ്റെ കൊമ്പത്തെ ഗന്ധർവനോ ആരെയോ
മന്ത്രമോദി ഉണർത്തിയിടുന്നു. നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ. നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. താങ്ക് യു സർ. ഓക്കെ, വിൻസെന്റ് സാർ. നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ. നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ. നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. താങ്ക് യു. ഇത് ഇത്ര രസകരമായിട്ട് ഇത് പാടാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അല്ലേ. നമ്മളൊരു 10 പേര് ഇപ്പോൾ പാടി കഴിയുമ്പോൾ ആ പാട്ടിൻ്റെ വരികൾ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും, കൃത്യമായിട്ട് അത് പാടാൻ പറ്റും. ജോർജ് സാറും വിൻസെന്റ് സാറും അതുപോലെ ജോർജ് സാറും ഒക്കെ മനോഹരമായിട്ട് പാടുന്നു അല്ലേ. ഇതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത വർഷത്തേക്ക് നമ്മൾ കുറച്ച് മോട്ടിവേഷൻ പാർട്ട് അല്ലേ, ഇൻസ്പിറേഷൻ പാർട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ആരെങ്കിലും പാടും? ഷാലിമ പാടും. നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീ എന്റെ വൈകി വന്നു പൂന്തിങ്കളേ. നീ വൈകി വന്നു പൂന്തിങ്കളേ. നീരാടുവാൻ നിളയിൽ ഈറനാം വെണ്ണിലാവിൻ ഉടവയഴിഞ്ഞു ഈ നദി തൻ പുളിനങ്ങൾ ചന്ദന കുളിരണിഞ്ഞു. പൂമ്പുടവ തുമ്പിലെ കസവെടുത്തു പൂക്കെയ്ത കന്യകമാർ മുടിയിൽ വെച്ചു. നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീ എന്റെ വൈകി വന്നു പൂന്തിങ്കളേ. നീ എന്റെ വൈകി വന്നു പൂന്തിങ്കളേ. താങ്ക് യു. ആറ്റുവഞ്ചിപ്പൂക്കളും കാറ്റിലാടി ഉലഞ്ഞു ആലിമാലി മണൽ തട്ടും ആതിരപ്പൂവണിഞ്ഞു. ആലിൻ്റെ കുമ്പത്തെ ഗന്ധവനോ ആരെയോ മന്ത്രമോദി ഉണർത്തിയിടുന്നു. നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീ എന്നെ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. ഓക്കെ, നമുക്ക് ഒരു പാട്ടും കൂടെ പാടി നിർത്താം, ഒത്തിരി ലേറ്റ് ആയി. പാർവണേന്തു മുക്കിയെടുത്തോ? പാർവണേന്തു മുക്കി അതില്ല, ഇനി ഇതാ പാടാം. ആരെയും പാവകായനൊപ്പം സാറേ ആ പാർവണേന്തു മുക്കിയില്ലേ? എടുത്തിട്ടില്ല സാർ, എടുത്തില്ല. എടുത്തിട്ടില്ലേ? ഓക്കെ. ഇത് നല്ല പാട്ടാണ്. ആരെയും ഭാവഗായകനാക്കും ആത്മ സൗന്ദര്യമാണോ നീ. നക്ഷതങ്ങളുടെ പാട്ടാണ്. നക്ഷതങ്ങൾ ഈ സിനിമയിൽ തന്നെ പാട്ടാണത്. ഞാൻ പാടാം. നിന്റെ ശാലീന മൗനമാകൂമി പൊന്മണി ചെപ്പിനുള്ളിലായി
നിന്റെ ശാലീന മൗനമാകൂമി പൊന്മണി ചെപ്പിനുള്ളിലായി മൂടി വെച്ച് നീ വെച്ച നിഗൂഢ ഭാവങ്ങൾ പൂക്കളായി ശലഭങ്ങളായി ഇന്നിതാ നൃത്തലോലരായി ഈ പ്രപഞ്ച നടന വേദിയിൽ ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ ശീർഷരായി നിൽപ്പൂ നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ കിന്നരമണിത്തമ്പുരുമീട്ടി നിന്നെ വാഴ്ത്തുന്നു വാരവും മണ്ണിലെ കിളിപ്പൈതലും മുളം തണ്ടിൽ മൂളുന്ന തെന്നലും ഇന്നിതാ നിൻ പ്രകീർത്തനം ഈ പ്രപഞ്ച ഹൃദയ വീണയിൽ ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ നമ്മുടെ ശിഷ്യരായി നിൽപ്പൂ നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. ആരെയും പാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ നമ്രശിഷ്യരായി നിൽപ്പൂ നീ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. നിന്റെ കിന്നരമണി തമ്പുരുമീട്ടി നിന്നെ വാഴ്ത്തുന്നു വാനവും മണ്ണിലെ കിളിപ്പൈതലും മുളം തണ്ടിൽ മൂളുന്നു തെന്നലും ഇന്നിതാ നിൻ പ്രകീർത്തനം ഈ പ്രപഞ്ച ഹൃദയ വീണയിൽ ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണും. പാടിക്കോളൂ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ നമ്രശീർഷരായി നിൽപ്പൂ നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ നമ്രശീർഷരായി നിൽപ്പൂ നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. താങ്ക് യു സർ. ഞാൻ പാടാം. ആരെയും പാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ നമ്രശീർഷരായി നിൽപ്പൂ നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. ആരെയും പാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ കിന്നര മണിത്തമ്പുരുമീട്ടി നിന്നെ വാഴ്ത്തുന്നു വാനവും മണ്ണിലെ കിളിപ്പൈതലും മുളം തണ്ടിൽ മൂളുന്ന തെന്നലും ഇന്നിതാ നിൻ പ്രകീർത്തനം
ഈ പ്രപഞ്ച ഹൃദയ വീണ ആരെയും പാവഗായകനാക്കും ആത്മസൗന്ദര്യമാണോ നീ. നിന്റെ ശാലീന മൗനമാകുമി പൊന്മണിച്ചെപ്പിനുള്ളിലെ മൂടിവെച്ച നിഗൂഢഭാവങ്ങൾ പൂക്കളായി ശലഭങ്ങളായി ഇന്നിതാ നൃത്തലോലരാ ഈ പ്രപഞ്ച നടനവേദിയിൽ ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നമ്രശിഷ്യരായി നിൽപ്പു നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. താങ്ക് യു സർ. അടുത്ത പാടിക്കോളൂ. ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെ നമുക്ക് അവസാനിപ്പിക്കാം. അദ്ദേഹത്തിന്റെ വളരെ ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അദ്ദേഹത്തിന്റെ വളരെ മൗനമാകുമി പൊന്മണിച്ചെപ്പിനുള്ളിലായി നിന്റെ ശാലീന മൗനമാകുമി പൊന്മണിച്ചെപ്പിനുള്ളിലായി മൂടിവെച്ച നിഗൂഢഭാവങ്ങൾ പൂക്കളായി ശലഭങ്ങളായി ഇന്നിതാ നൃത്തലോലരായി ഈ പ്രപഞ്ച നടനവേദിയിൽ ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നമ്രശീർഷരായി നിൽപ്പു നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. താങ്ക് യു സർ. സാറേ ഞാനും പാടട്ടെ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നമ്രശിഷ്യരായി നിൽപ്പു നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ ആരെയും പാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നമ്രശീർഷരായി നിൽപ്പു നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ കിന്നരമണി തമ്പുരുമിട്ടി നിന്നെ വാഴ്ത്തുന്നു വാനവും. മണ്ണിലെ കിളിപ്പൈതലും മുളം തണ്ടിൽ മൂളുന്ന തെന്നലും ഇന്നിതാ നിൻ പ്രകീർത്തനം ഈ പ്രപഞ്ച ഹൃദയ വീണയിൽ. ആരെയും പാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നമ്രശീർഷരായി നിൽപ്പു നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ ആരെയും പാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. താങ്ക് യു സർ. താങ്ക് യു സാബു സാർ. നമുക്ക് അതിൻ്റെ അപ്പ് ചെയ്താലോ? സാബു സാർ പോയതുകൊണ്ട് അല്ലേ? അപ്പൊ ഇനിയും വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് ഗാനങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ. നിങ്ങൾ ഈ പരിണയം എന്നുള്ളൊരു സിനിമയിൽ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പാട്ടുണ്ട്, പാർവണേന്ദുമുഖി എന്ന് പറഞ്ഞ മനോഹരമായി. പാർവണേന്ദുമുഖി പാർവതി ഈരീശ്വരന്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞു. കൈകൊട്ടിക്കളി. അതെ അതെ അതെ.
നിദ്ര നീങ്ങിയെല്ലും പകലും മാഹേശ്വരൂപം ശൈലപുത്രിക്കുള്ളിൽ തെളിഞ്ഞു. സർപ്പനായകഭൂഷയേന്തു സാംബശിവനുടെ ചാരുഗണത്തിൽ, സർപ്പനായക ഭൂഷയേന്തു ചാരുതവനുടെ ചാരുഗണത്തിൽ, വിഘ്നമൊഴിഞ്ഞൊരു നാളിന് നാൽപ്പജ വരണമാലികയും അമ്പൊടു ചാർത്തി, പാർവണേന്ദു മുഖി പാർവതി ഈരീശ്വരന്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞു. കേരളത്തിലും ലോകത്തിലും എല്ലാ മലയാളികളും തിരുവാതിര കളിക്കുന്നത് ഈ ഒരു പാട്ട് വെച്ചുകൊണ്ടാണ്. മലയാളി അല്ലാത്ത ഒരു ബോംബെക്കാരന്റെ ഈണത്തിനൊത്താണ് മലയാളികളെല്ലാം പാടുന്നത്. യൂസഫ് അലി കച്ചേരിയാണ് മനോഹരമായിട്ടുള്ള ഈ ഗാനം രചിച്ചത്. അപ്പൊ ഈ ഗാനത്തിന് അദ്ദേഹത്തിന് സംഗീത സംവിധാനത്തിന് ബോംബെ രവിക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംഗീത സംവിധായകനുള്ള അവാർഡ് പോലും ഈ ഒരു പടത്തിൽ നിന്ന്, ഈ ഒരു പാട്ടിന് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അപ്പൊ എല്ലാവരോടും സ്നേഹം, സന്തോഷം. ഈ മനോഹരമായിട്ടുള്ള ഈ പരിപാടിയിൽ MTയുടെ അനുസ്മരണ ഈ ഗാനങ്ങളിൽ പങ്കെടുത്തതിൽ എല്ലാവർക്കും സ്നേഹം, സന്തോഷം എല്ലാം നേരുന്നു. MT മലയാളികളുള്ളിടത്തോളം, മലയാളമുള്ളിടത്തോളം കാലം MTയെ നമുക്ക് ആർക്കും വിസ്മരിക്കാൻ സാധിക്കില്ല. എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും ഗാനങ്ങൾ ആലപിച്ച് ധന്യമാക്കി എല്ലാവർക്കും, ഈ വേദിയെ ധന്യമാക്കി എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. സാറേ, വാസ്തവം പറയട്ടെ, ഈ പാട്ടുകളുടെ ഉള്ളിൽ, ഈ വാക്കുകളുടെ മറവിൽ ആ ഭാവം എത്രമാത്രം അർത്ഥമാണ്. നാളെ ഇതുവരെ ഇതിന്റെ ഒരംശം പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ല. എന്തോ ഒരു പാട്ട് കേൾക്കുന്നു, ഒന്ന് മൂടിയാലായി, ഇത് കേട്ടാലായി, അതിൽ കൂടുതലില്ല. പക്ഷെ എന്തോ ഒരു അർത്ഥമാണ് ഓരോ വാക്കിലും ഒളിഞ്ഞിരിക്കുന്നത്. അതിഗംഭീരം, അതിഗംഭീരം. അത്യാദരവുകളോടുകൂടി ആദരാഞ്ജലികൾ ഒരിക്കൽ കൂടി അർപ്പിക്കുക. താങ്ക് യു സാർ. വളരെ സന്തോഷം. അപ്പൊ നമുക്ക് ചെയ്യാനുള്ളത്, ഈ വർഷം നമ്മൾ ഇന്നത്തെ കൊണ്ട് അവസാനിക്കുകയാണ് ഈ വർഷത്തെ പാട്ടുവിശേഷം. അടുത്ത വർഷം നമ്മൾ വരുമ്പോൾ തീർച്ചയായിട്ടും സ്വല്പൂടെ ആത്മാർത്ഥമായിട്ട്, ഇപ്പം നമ്മൾ 4-5 പാട്ടുകളെ അടുത്ത വർഷം നമ്മൾ ഇതുപോലെ പറയുന്നുള്ളൂ. അപ്പോൾ 5 പാട്ടുകൾ കൃത്യമായിട്ട് പാടി നമുക്ക് അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ വാക്കുകളും അതിൻ്റെ രീതികളും ഒരുപക്ഷെ പറ്റുമെങ്കിൽ നമുക്ക് സ്വല്പം ആ പാട്ടിൻ്റെ സ്വല്പം ഇന്റേണൽ പാർട്ടും കൂടെ മനസ്സിലാകുന്ന രീതിയിലുള്ള ഷാബു സാറ് അത് കൃത്യമായിട്ട് പറഞ്ഞു തരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് സാറിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാം. അപ്പം സ്വല്പം കൂടെ എന്താ ബോധപൂർവം നമ്മൾ പറയത്തില്ല, ഒരു മൈൻഡ്ഫുൾനെസ്സോട് കൂടി ഒരു പാട്ടിനെ സമീപിച്ചു കഴിഞ്ഞാൽ, ഇന്ന് എനിക്ക് അത്ഭുതം തോന്നുക, ജോഷി സാറ്, ജോർജ് സാറ്, വിൻസെന്റ് സാർ, അതുപോലെ ഇല്ലേ ഒക്കെ പാടുന്ന ആളാണെന്ന് വിചാരിക്കാം, ശ്രീകുമാരി മാം ഒക്കെ പാടുന്ന, പക്ഷെ ഇവരൊന്നും എങ്ങനെയാ പാടണോ നാണക്കേടാവോ എന്നൊക്കെ വിചാരിച്ചിരുന്നവര് ഒരു ഫുൾ പാട്ടൊക്കെ ചുമ്മാ അങ്ങ് പാടുക. എനിക്ക് ജോഷ് സാറിന്റെ കീർത്തനമൊക്കെ കേട്ടപ്പം എന്റെ ഷാബു സാറെ സമ്മതിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു. അപ്പൊ വളരെ സന്തോഷം ഷാബു സാർ, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അടുത്തൊരു ക്ലാസ് പെട്ടെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ നീങ്ങാണ്. താങ്ക് യു. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ഫോർ മ്യൂസിക് തെറാപ്പി. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഇന്നർ ഹീലിംഗ് എന്നാ സാബു സാറ്? ഇന്നർ ഹീലിംഗിന്റെ ക്ലാസ് അത് 1-2-3 ജനുവരി 1-2-3 ജനുവരി 1-2-3. ഓക്കെ. ഹാപ്പി ന്യൂ ഇയർ. മാക്സിമം ഷെയർ ചെയ്തോളൂ നാസിം മാം. നമുക്ക് പുതുവർഷത്തിൽ ഒരു പുതിയ മാറ്റം ഉണ്ടാക്കാം. അതിനൊരു ടൈറ്റിൽ ഞാൻ ഇട്ടിരുന്നു, ന്യൂ തോട്ടല്ലോ, മറന്നുപോയല്ലോ, ഒരു സെക്കൻഡ്. ചൈൽഡ്ഹുഡിന്റെ ഇല്ല, അതിന് ഞാനൊരു പുതിയ പേരിട്ടിരുന്നു, ന്യൂ നോക്കണം അത് മറന്നുപോയി. ഒരു ഇന്റേൺഷിപ്പിന്റെ ന്യൂ ഇയർ ന്യൂ മൈൻഡ്. ഓക്കെ സാർ. ഇന്റേൺഷിപ്പിന്റെ വൈവ് ഉണ്ട് സാർ, റെക്കോർഡിംഗ് ഉണ്ടാവൂലേ ചേർന്നാലും? ഉണ്ടാവും. അതെന്നാന്നറിയില്ല, തലേന്ന് 2 ദിവസം കുഴപ്പമില്ല, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് കണ്ടിന്യൂസ് ആയിട്ട് വരും, കാരണം നല്ലൊരു ടോപ്പിക്കാണ്. അതെല്ലാവർക്കും ഗുണകരമാണ്, ഒത്തിരി പേരെ സഹായിക്കാൻ സാധിക്കും. ഓക്കെ, സി യു. അപ്പോൾ ഗുഡ് നൈറ്റ് എല്ലാവർക്കും. നാളെ നമുക്ക് യൂണിവേഴ്സൽ ലോയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടോപ്പിക്
മനോജ് സാർ എന്ന് കേൾക്കാം. സോ താങ്ക് യു. Thank you. ഗുഡ് നൈറ്റ്.